ഇതെന്ത് പെട്ടെന്ന് ഇപ്പൊ സമയം പോകുന്നത്? രാവിലെ രാത്രിയാന്ന് ഒന്നും ചെയ്യാൻ തന്നെ സമയം കിട്ടുന്നില്ല. വേഗം ഓഫീസിലേക്ക് പോകാൻ നോക്കട്ടെ. ഫസ്റ്റിൽ തന്നെ അൽഹംദുലില്ലാന്നൊക്കെ പറഞ്ഞേക്കണം. ഈ ഒരൊറ്റ വണ്ടിയിലോണ്ടല്ലേ വേഗം എത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ എത്ര നേരം ഓട്ടോറിക്ഷ കാത്ത് നിക്കണേനു. ഈ രാവിലെ തന്നെ എണീച്ച് അവിടെ പോകുന്ന പോക്കിൽ നല്ല മടിയല്ലേ ഉണ്ട്. എന്നാലും സാരമില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ റെഡി ആയിക്കോളും. ഞാൻ എപ്പോഴും വിചാരിക്കും ടിക്കറ്റ് വെറുതെ എടുക്കുന്നത്, ആരും നോക്കലില്ല പിടിക്കലില്ല. ഇന്നാണെങ്കിൽ കറക്റ്റ് സമയത്തിന് DTR നോക്കിയൊരു സമാധാനമായത്. ഇനിയെ പൈസ പോയാലും പ്രശ്നമില്ല, ഒരു പ്രാവശ്യം കണ്ട് നോക്കിക്കല്ല ടിക്കറ്റ്. പല സ്ഥലത്തും പോയി ഇങ്ങനെ തിരക്ക് പിടിച്ച സ്ഥലം കോഴിക്കോട് മാത്രമേ തോന്നുള്ളൂ, വേറെ എവിടെ ഉണ്ടാവില്ല. ഇത് എന്തൊരു തിരക്ക് എന്നാ പറയേണ്ടത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തുമ്പോഴത്തേക്ക് നല്ല ബന്ധ ശവായ പോലെ ആയിക്കുണ്ടാവും. ഇത് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ പഞ്ചിൻ ചെയ്യുമ്പോൾ എന്റെ മുഖം നോക്കിയാൽ മതി. അങ്ങനെ എസിന്റെ തണുപ്പ് കിട്ടാൻ വേണ്ടി വേഗം തന്നെ ഉള്ളിലേക്ക് കയറിയിരിക്കുക. ഇന്നാണെങ്കിൽ ട്രെയിനിൽ നിന്നുള്ള ടാഗെല്ലാം മാറിയിട്ട് പുതിയ ഫോട്ടോ വെച്ച പുതിയ ടാഗ് തന്നെ കിട്ടിയേക്ക് രാവിലെ തന്നെ. ഏതാ ലുക്ക് ഫോട്ടോ നോക്കിയോ നിങ്ങൾ? ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ട്രാവൽ ഫീൽഡ് ആയതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പ്രസന്റേഷൻ വീഡിയോ വെക്കുമ്പോൾ ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടേ നിൽക്കണം. ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും നല്ല കണ്ടന്റ് കിട്ടുന്ന സ്ഥലമാണെന്ന് അറിയോ? അത് നമ്മളെ പൊരേത്തെ ബാത്റൂം തന്നെ. അങ്ങനെ ഉച്ചക്കാണ് നല്ല ലെയിമും കട്ട്ലേറ്റും പോയി തിന്നിക്ക്. രാവിലെ തന്നെ തിന്നാണ്ട് വന്നോണ്ട് ചെറിയൊരു തലവേന ഉണ്ടായിരുന്നു, അതങ്ങ് മാറി കിട്ടിയേക്ക്. നമുക്ക് സ്ഥലങ്ങളെല്ലാം പെട്ടെന്ന് പഠിക്കണമെങ്കിലേ ഇടക്കിടക്ക് ഇങ്ങനെ വ്ളോഗെല്ലാം കണ്ടാൽ മതി. ഞാനാണെങ്കിൽ വേറെ ഫീൽഡിൽ നിന്ന് വന്നോണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ചില നേരം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങ് ഇറങ്ങിക്കില്ല, ഇപ്പം അങ്ങ് എത്തലുണ്ടാവില്ല. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ലോണം ചിരിച്ചോണ്ടുള്ള പഞ്ചോടും ചെയ്തിട്ട് ഇറങ്ങി തന്നെ. ഇപ്പം അല്ലേ മനസ്സിലായത്, ഞാൻ ആകപ്പാട് ഓഫീസിലെക്കുന്ന സമയം 8 മണിക്കൂറാണ്. അതിൽ 4 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ പള്ളിയിൽ തന്നെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോന്നെല്ലാം കാണാൻ തന്നെ. അങ്ങനെ ഇന്നത്തെ ദിവസം പടപെടാന്ന് കഴിഞ്ഞിരിക്കും. നാളെ ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ.